ഇതൊരു 100-350 റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററിൻ്റെ സർവീസിന് കമ്പനി കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ അവർ ക്ലച്ച് അസംബ്ലി മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വാറണ്ടി കിട്ടില്ല, ക്ലച്ചിന് വാറണ്ടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കണം. അപ്പോൾ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്കും ചെയിൻ സ്പോക്കറ്റും ഏകദേശം ക്ലച്ചിനും കംപ്ലൈൻറ്റ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് 4,500 രൂപ അതിന് വരും, പിന്നെ പ്ലസ് ലേബർ ചാർജും കൂടിയിട്ട് ഒരു 6,000 രൂപ വരും എന്നൊക്കെ പറഞ്ഞത്. ഓയിലൊക്കെ മാറ്റണമല്ലോ, ക്ലച്ച് ലൈറ്റ് മാറ്റുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കൊടുന്ന് നമ്മൾ അയച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഇത് പഴയ മോഡൽ പൾസർ ഉണ്ടല്ലോ, അതിൻ്റെ ടൈപ്പ് ക്ലച്ചാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വണ്ടി നമ്മൾ എത്ര ഓടിയാലും ക്ലച്ചിലേക്ക് ഓയിൽ സർക്കുലേഷൻ കുറവാണ്. ഇതിപ്പോൾ ഓടി വന്ന വണ്ടിയാണ്. നമ്മൾ ക്ലച്ച് പ്ലേറ്റ് അയച്ചു നോക്കുമ്പോൾ ക്ലച്ച് ഡിസ്കും ഒരു ഓയിലിൻ്റെ ഒരു നനവ് പോലും അതിലില്ല. ഫുള്ള് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ഈ ക്ലച്ച് കമ്പനി തന്നെ ഓൾട്രേഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ വണ്ടിക്ക് ക്ലച്ച് പ്ലേറ്റും അതിൻ്റെ ക്ലച്ച് ഡിസ്കും കിട്ടിയാൽ തന്നെ ഈ വണ്ടി നമുക്ക് പണി തീർക്കാം. പക്ഷേ മാർക്കറ്റിൽ ഷോറൂമിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ടൈപ്പിൻ്റെ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും കിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. നമുക്കിപ്പോൾ ഈ പൾസർ NS ഡ്യൂക്ക് ടൈപ്പ് ക്ലച്ചാണ് ഇതിന് വരുന്നത്. അത് സ്പ്രിംഗ് വാഷൊക്കെ വരുന്ന ടൈപ്പാണ്. ഒരെണ്ണം അതിൽ ചെറുത് വരും, ഉള്ളിലൊരു സ്പ്രിംഗ് വാഷ് വരുന്ന ടൈപ്പാണ്. അത് നല്ല ക്ലച്ചാണ്. ഇതിന് വൈബ്രേഷൻ കുറയും, ഈ ക്ലച്ചിന് വൈബ്രേഷൻ കുറയും. പക്ഷേ നമുക്ക് ഈ ക്ലച്ച് പ്ലേറ്റും ക്ലച്ച് ഡിസ്കും കിട്ടാനില്ലാത്ത കാരണം, നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്ത കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലച്ച് അസംബ്ലി നമ്മൾ മാറാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലച്ച് അസംബ്ലി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് അയച്ചു. പിന്നെ അതിൻ്റെ സ്പ്രിംഗ് വാഷ് കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് കിട്ടുന്ന ഒരു കാലത്ത് നമുക്ക് ആ ക്ലച്ച് പ്ലേറ്റ് മേടിച്ചിടാം. ഈ ക്ലച്ച് പ്ലേറ്റാണ് കുറച്ച് നല്ലത്. നമുക്കതിൻ്റെ ക്ലച്ച് ബെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ഓയിൽ സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലച്ചാണിത്. ഓയിൽ സർക്കുലേഷൻ ഇല്ലാത്ത കാരണമാണ് ഈ വണ്ടിക്ക് ഈ ക്ലച്ച് പ്ലേറ്റ് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ കാരണം. അപ്പോൾ ഇതിന് ഓയിൽ സർക്കുലേഷന് വേണ്ടിയിട്ട് ആ ക്ലച്ച് ഹൗസിങ്ങിൻ്റെ മേലെ ജസ്റ്റ് ഒരു ഹോള് മാത്രമേ നമുക്ക് എക്സ്ട്രാ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യുക, ആ ഹോളൊന്ന് സൈഡിലൊക്കെ ഒന്ന് ഹോൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലച്ച് ബെല്ലിൻ്റെ മുകളിലിട്ടാണ്. അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഞാൻ 10,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. പക്കായിട്ടുള്ള ഒരു ക്ലച്ചാണ്. ക്ലച്ചിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. വേറെ വണ്ടികൾക്കുള്ള പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നുമില്ല. ഓയിൽ പമ്പ് പിന്നെ ഗിയർ ഷാഫ്റ്റിൻ്റെ അത്രയും ഇതുള്ളൂ. നമുക്ക് ആ ക്ലച്ചിൻ്റെ ഹൗസിങ് മാത്രം തന്നെ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാതെ മതി, അതിൽ ഹോൾ ചെയ്തിട്ട് 2 സൈഡിൽ ഹോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ എന്താ ചെയ്യുക, നമുക്കതിന് ക്ലച്ച് പ്ലേറ്റ് കിട്ടാനില്ലാത്ത കാരണം ഒരു രക്ഷയില്ല. ക്ലച്ച് പ്ലേറ്റ് കിട്ടാനില്ലാത്ത കാരണം നമ്മൾ ആ കമ്പനി ക്ലച്ച് പ്ലേറ്റ് ഇപ്പോഴത്തെ പാർട്ട് നമ്പറിൽ വരുന്ന ക്ലച്ച് പ്ലേറ്റ് മാത്രമേ കിട്ടണുള്ളൂ. നമ്മളിപ്പോൾ ഇതിലേക്കുള്ള ക്ലച്ച് പ്ലേറ്റ് ഓർഡർ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് ആ ഏറ്റവും പുതിയ മോഡൽ ക്ലച്ച് പ്ലേറ്റും ഡിസ്കുമാണ് കിട്ടിയത്. ഇതാണ് ആ ക്ലച്ച്. ഇതിൻ്റെ ആ ബെല്ലിൽ ഒരൊറ്റ ഹോളുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ മോഡൽ വാങ്ങിച്ച് 4,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ടാവും, ഓയിൽ സർക്കുലേഷൻ അത്യാവശ്യം ഉണ്ടാവും. നമ്മൾ സാധാരണ FZ ടൈപ്പാണ് ഇതിന് വരുന്നത്. FZൻ്റെ സെയിം ക്ലച്ച്, ഔട്ടർ ക്ലച്ച് ഇന്നർ ക്ലച്ചൊക്കെ ഏകദേശം സെയിമാണ്. മില്ലിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കറക്റ്റാണ് ക്ലച്ച് പ്ലേറ്റ്, FZൻ്റെ കറക്റ്റാണ്. FZ ടൈപ്പ് ക്ലച്ച് പ്ലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ കമ്പനിയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ കമ്പനിയിൽ ക്ലച്ച് പ്ലേറ്റ് കിട്ടാത്ത കാരണം നമ്മളിപ്പോൾ ഈ സെറ്റ് മേടിക്കേണ്ടി വന്നത്. ഇതുണ്ടോ, ഇതിനൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിലേക്ക് ക്ലച്ച് പ്ലേറ്റും ക്ലച്ച് ഡിസ്കും കിട്ടാത്ത കാരണമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിനെ മേടിക്കേണ്ട അവസ്ഥ വന്നത്. എന്തായാലും വാങ്ങിച്ചു, നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കാം. ഈ ടൈപ്പ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫസ്റ്റ് വന്ന ടൈപ്പ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലച്ചാണ്. അതുകൊണ്ട് ഈ ക്ലച്ച് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് കിട്ടാത്ത കാരണം നമ്മൾ വീണ്ടും ഇതിലോട്ട് തന്നെ വന്നത്. തീരെ ഓയിൽ ലൂബ്രിക്കേഷൻ തീരെ ഇല്ല. വണ്ടി നമ്മൾ റണ്ണിങ്ങിൽ തന്നെ ഓയിൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത കാരണം തന്നെ ക്ലച്ച് ഡിസ്ക് വളരെ ഡ്രൈ ആയിട്ടാണ് കിടന്നിരുന്നത്. എന്തായാലും നമുക്ക് ഈ ക്ലച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കാം. അതിൻ്റെ ക്ലച്ച് ഹൗസിങ് ഉണ്ടോ, സെൻട്രൽ ക്ലച്ചിൻ്റെ പോസ്റ്റ് ക്ലച്ച് ഇന്നർ ക്ലച്ചിലെ ആ പീസിൻ്റെ ഒരവസ്ഥ ഉണ്ടാവും. ഉള്ളിലേക്ക് ഒരു നിലക്കും ഓയിൽ പ്രവേശിക്കാത്ത മാതിരിയാണ് അതിൻ്റെ ഒരു നിർമ്മാണം. സംഗതി ഇത് വണ്ടി മാനുഫാക്ചർ ഡിഫക്റ്റ് ആണിത്. കമ്പനി ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കണം ഈ പഴയ മോഡൽ കച്ച് വന്ന വണ്ടികൾക്കൊക്കെ. പക്ഷേ കമ്പനി 10,000 കിലോമീറ്റർ ഓടിയ കാരണം അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ 4,500 രൂപ കൊടുത്തിട്ട് മേടിച്ച് പിറ്റേണ്ടി വന്നു. ഓക്കെ, താങ്ക് യു.